യമനില് തലാൽ എന്ന് പറയുന്ന ഒരു സഹോദരൻ കൊല ചെയ്യപ്പെട്ടു എന്ന് മാത്രമല്ല, ക്രൂരമാംവിധം അല്ലെ, ഒരു 110 കഷണങ്ങളാക്കി വാട്ടർ ടാങ്കിൽ കൊണ്ടുപോയി നിക്ഷേപിച്ചു എന്ന് പറയുന്ന കേസ്. ആ ക്രൂരകൃത്യം ചെയ്ത സഹോദരിയെ കോടതി വധശിക്ഷക്ക് വിധിച്ചു. ശരി തന്നെയാണ്. പക്ഷെ നമ്മുടെയൊക്കെ മനസ്സിൽ ഒരു മലയാളിയായ സഹോദരി എന്ന നിലക്ക് ആ വധശിക്ഷയിൽ നിന്ന് അവർ മോചിപ്പിക്കപ്പെടണം, പിന്നീട് ജയിൽ ശിക്ഷ അനുഭവിച്ചാലും കുഴപ്പമില്ല എന്നുള്ളൊരു ചിന്ത ഒരുപാട് ആളുകളുടെ മനസ്സിലുണ്ട്. അതൊരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെ കുടുംബം ദയ നൽകണം, കുടുംബം ഒന്ന് സമ്മതം മൂളണം എന്ന് പറഞ്ഞ് നിരന്തരം ആ കേസിന്റെ പിന്നാലെ ആളുകൾ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നമ്മുടെയൊക്കെ രാജ്യത്ത് ഗവൺമെന്റുകൾ വിധിക്കുന്ന വിധിയാണ്, അല്ലെങ്കിൽ സ്റ്റേറ്റിനാണ് വിധിക്കാനുള്ള സുപ്രീം പവർ ഉള്ളത്. ഒരു ക്രിമിനൽ പ്രൊസീജിയർ സ്റ്റേറ്റിന്റെ ബാധ്യതയാണ്. അതിലെന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം വരുത്താൻ കഴിയണമെങ്കിൽ സ്റ്റേറ്റിന്റെ പരമാധികാരിയായ പ്രസിഡന്റിന് മാത്രം ദയാഹർജി സ്വീകരിച്ചിട്ട് വേണമെങ്കിൽ അതിൽ മാറ്റം വരുത്താം. നമ്മുടെ രാജ്യത്ത് അങ്ങനെയാണ്. ഇനി ആ സ്റ്റേറ്റിന്റെ പരമാധികാരിയായ പ്രസിഡന്റിന് മാറ്റം വരുത്താൻ തോന്നുന്നില്ലെങ്കിൽ ആ സ്റ്റേറ്റ് വിധിച്ചതുപോലെ ആ വിധി അങ്ങനെ തന്നെ കൊണ്ടുപോകേണ്ടതാണ്. എന്നാൽ ഇവിടെ അങ്ങനെയല്ല. കുടുംബത്തിനാണ് പരമാധികാരം. കുടുംബത്തിന് 3 കാര്യങ്ങൾ ചെയ്യാം ഇത്തരം വിധികളിൽ. ഒന്ന്, നിരുപാധികം മാപ്പ് കൊടുക്കുക. ഒരു ഉപാധിയുമില്ല. അതായത് എൻ്റെ വാപ്പാനെ കൊന്നത് ഇവനാണെങ്കിലും പടച്ചോനെ ഓർത്ത് ഞാൻ ഇവന് പുറത്തു കൊടുക്കുന്നു, അവന് മാപ്പ് കൊടുക്കാം. ഇതാണ് ഒന്നാമത്തെ കണ്ടീഷൻ. ഇനി രണ്ടാമത്തത്, എന്തെങ്കിലുമൊക്കെ ഒരു കണ്ടീഷൻ വെച്ചുകൊണ്ട്, അല്ലെങ്കിൽ ധനം സ്വീകരിച്ചുകൊണ്ട്, ബ്ലഡ് മണി വാങ്ങിക്കൊണ്ട് കുടുംബത്തിന് അവനെ വെറുതെ വിടാം, അല്ലെങ്കിൽ വധശിക്ഷയിൽ നിന്ന് ഒഴിവാക്കാം. മൂന്നാമത്തേത് ഏതാ? അത് സ്റ്റേറ്റ് എന്താണോ വിധിച്ചത് ആ നിലക്കത് അങ്ങനെ അങ്ങ് പോകട്ടെ എന്ന് പറഞ്ഞ് കുടുംബത്തിന് അതിൽ നിന്ന് മാറി നിൽക്കാം. പിന്നെ അത് കൈകാര്യം ചെയ്യേണ്ടത് സ്റ്റേറ്റുമാണ്. അപ്പൊ സ്റ്റേറ്റ് വരുന്നത് ലാസ്റ്റാണ്. ഇവിടെ പരിശുദ്ധ ദീൻ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇവിടെ ബാധിക്കപ്പെട്ടത് കുടുംബത്തിനായതുകൊണ്ട് സുപ്രീം പവർ ഈ വിഷയത്തിൽ കുടുംബത്തിനാണുള്ളത്. കുടുംബമാണ് ഇവിടെ കൃത്യമായ നടപടി സ്വീകരിക്കേണ്ടത്. അപ്പൊ അങ്ങനെ പ്രതികാരമെടുക്കുന്ന നടപടിയെ കുറിച്ച് ഖുർആൻ കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അള്ളാഹു പറയാണ്, നിങ്ങൾക്ക് പ്രതികാരമെടുക്കണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ അവകാശമാണ്. നിങ്ങളുടെ കുടുംബത്തിൽ ഒരാളെ കൊല ചെയ്തൊരു മനുഷ്യനെതിരെ നിങ്ങൾക്ക് പ്രതികാരമെടുക്കണമെങ്കിൽ അത് നിങ്ങളുടെ അവകാശം തന്നെയാണ്. പക്ഷേ ആ അവകാശത്തിനപ്പുറം ഒരു ആധ്യാത്മികതയുണ്ട്. അവകാശത്തിനപ്പുറം ഒരു ആധ്യാത്മികതയുണ്ട്. അത് പടച്ചവൻ ഏറ്റവും ഇഷ്ടമുള്ള സംഗതിയാണ്. അതേതാ? അത് മാപ്പ് ചെയ്യലാണ് എന്ന് അല്ലാഹു റബ്ബുൽ ആലമീൻ. മാപ്പ് ചെയ്യലാണ്. യുദ്ധമുഖത്ത് പോലും ആ സന്ദർഭം ഉണ്ടായിട്ടുണ്ട് എന്നാണ് മഹാനായ സയ്യിദുന ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു അൻഹു. ഹംസയെ ക്രൂരമായി വധിച്ചതാണ് വഹ്ശി, അല്ലേ? മാത്രല്ല, ഹിന്ദെന്ന പെണ്ണ് വന്ന് ഹംസയുടെ നെഞ്ചു പിളർന്ന്, വയറ് പിളർന്ന്, വായില് അവിടുത്തെ കരള് ചവച്ചു തുപ്പിയ സംഭവം അത് കേവലം ആലങ്കാരികമായി പറഞ്ഞതൊന്നുമല്ല. യാഥാർത്ഥ്യത്തിൽ ആ കരളിങ്ങനെ വലിച്ചു പറിച്ചെടുത്ത് ചവച്ചു തുപ്പിയിട്ടുണ്ട്. അത്രമേൽ ദേഷ്യമുണ്ടായിരുന്നു ഹംസയോട്. ഈ ക്രൂരകൃത്യം കണ്ടുവരികയാണ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കണ്ട ഉടനെ മുത്തുനബി ഒരു മനുഷ്യത്വപരമായ വൈകാരികതയിൽ നിന്ന് പറഞ്ഞത്, ഇതുപോലെ 70 പേരെയെങ്കിലും ചെയ്യണം സയ്യിദുനാ റസൂലുള്ളാഹ്. 70 പേരെ ഇതുപോലെ ചിത്രവാദം ചെയ്യണം. ഉടനെ ഇറങ്ങാണ് സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം. വ ഇൻ ആഖബ്തും ഫആഖിബു ബിമിസ്ലി മാ ഉഖിബ്തും ബിഹി. അങ്ങനെ പറയരുത് നബിയെ, അങ്ങനെ പറയാൻ പാടില്ല. പ്രതികാരം ചെയ്യുകയാണെങ്കിൽ തത്തുല്യമായത് മാത്രം, ഒരാൾ പോലും കൂടാൻ പാടില്ല. പ്രതികാരം അങ്ങയുടെ അവകാശമാണ്. ആ അവകാശം തത്തുല്യമായി മാത്രം പ്രതികരിക്കാം എന്നല്ലാതെ ഒരു അല്പം പോലും കൂടാൻ പാടില്ല നബിയെ. വലാ തഅ്തദൂ. പലയിടങ്ങളിൽ അല്ലാഹു പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ അതിക്രമം കാണിക്കരുത്. ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ മുഅ്തദീൻ. അല്ലാഹു ഒരിക്കലും അതിക്രമം ചെയ്യുന്നവരെ ഇഷ്ടപ്പെടുന്നില്ല എന്ന് പരിശുദ്ധ ഖുർആൻ. ഇതാണ് ശരീഅത്ത്. ഇതില് ആരാധനയുണ്ട്, ബിസിനസ് സംബന്ധിയായ കാര്യങ്ങളുണ്ട്, കുടുംബപരമായ വിഷയങ്ങളുണ്ട്, ക്രിമിനൽ പ്രൊസീജിയറുകളും ഉണ്ട്. ക്രിമിനൽ പ്രൊസീജിയേഴ്സും ഉണ്ട്. അല്ലാഹുവിന്റെ ഹബീബ് സയ്യിദുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് നോക്കിയിട്ട് അല്ലാഹു പറയുന്നുണ്ട്, അങ്ങയുടെ അവകാശമാണ് നബിയെ, അങ്ങയുടെ അവകാശമാണ്. അതായത് ആക്രമിച്ചവനെ തിരിച്ചക്രമിക്കുക എന്ന് പറയുന്നത് തെറ്റാണെന്ന് ആരും പറയില്ല. അങ്ങനെയാണെങ്കിൽ നമ്മുടെ രാജ്യത്തൊരു ഡിഫൻസ് സംവിധാനം ഉണ്ടാവില്ലായിരുന്നു. ഡിഫൻസ് സംവിധാനം ഉണ്ടാവൂല. ഇവിടെ വിദ്യാഭ്യാസപരമായ പ്രവർത്തനങ്ങൾക്ക്, രാഷ്ട്രപരമായ പ്രവർത്തനങ്ങൾക്ക് മാറ്റിവെക്കുന്ന തുകയേക്കാൾ എത്രയോ 10 മടങ്ങ് ഇരട്ടിയാണ്
ഡിഫൻസ് സംവിധാനങ്ങൾക്ക് വേണ്ടി, പ്രതിരോധ സംവിധാനത്തിന് വേണ്ടി രാജ്യത്തുള്ളത്. അതുകൊണ്ട് എന്തിനത് അക്രമികളെ തുരത്താൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അത് തെറ്റാണെന്ന് ആരും പറയൂല. പക്ഷെ അങ്ങനെയൊക്കെ ഉള്ളപ്പോഴും വലഇൻ സബർതും ലഹുവ ഖൈറുൽ ലിസ്സാബിരീൻ, ക്ഷമിക്കാൻ പറ്റിയാല് അതാട്ടോ നബിയെ നല്ലത്. അള്ളാഹ്ക്ക് അതാണ് ഏറ്റവും ഇഷ്ടമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അള്ളാഹ് പറയാം. വലാ തഹ്സൻ അലൈഹിം വലാ തകു ഫീ ളൈഖി മിമ്മാ യംകുറൂൻ. അങ്ങ് വിഷമിക്കരുത്, അങ്ങ് വിഷമിക്കരുത്, അങ്ങ് വിഷമിക്കരുത്. അങ്ങേ വിഷമിപ്പിക്കാൻ പല കുത്തിത്തിരിപ്പുകാരും വരും. മിമ്മാ യംകുറൂൻ, പല ഉടായിപ്പുള്ളവന്മാര് കളിക്കും, പല ചതിപ്രയോഗങ്ങളും കളിക്കും. പക്ഷെ അങ്ങ് വിഷമിക്കണ്ടട്ടോ, അങ്ങ് ക്ഷമിച്ചാൽ ഏറ്റവും നല്ലത് അതാണെന്ന് അല്ലാഹു റബ്ബുൽ ആലമീൻ. അപ്പൊ ശരീഅത്തിനെ പ്രാകൃതമാക്കുന്നവർ ശരീഅത്തൊന്ന് പഠിച്ചാൽ മതി. അത് നീതിയുടെ പക്ഷത്താണ്, നന്മയുടെ പക്ഷത്താണ് പഠിപ്പിച്ചു തരുന്നുണ്ട് സയ്യിദുനാ റസൂലുള്ളാഹ്. ഇപ്പൊ ഇസ്ലാം വരുന്നതിന് മുമ്പ് വെറും ഏറ്റവും മോശം ഗോത്ര സമൂഹമായിരുന്നു അറബികൾ. അവരുടെ മുമ്പിൽ പോയി നിന്നിട്ടാണ് ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ദീൻ പഠിപ്പിച്ചു കൊടുക്കുന്നത്. ആധുനിക രാഷ്ട്രങ്ങൾ ഇന്ന് മുമ്പിൽ വെക്കുന്ന പല വിധികളും 1500 കൊല്ലം മുമ്പ് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരച്ച് കാണിച്ചു കൊടുക്കുകയാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹ് പറയുന്നുണ്ട്, നബിയെ ثُمَّ جَعَلْنَاكَ عَلَى شَرِيعَةٍ مِنَ الْأَمْرِ فَاتَّبِعْهَا. ഈ ശരീഅത്ത് എന്ന രാജപാത നാം അങ്ങേക്ക് നൽകിയിരിക്കുന്നു. ഇതൊരു രാജപാതയാണ്, അങ്ങ് അതിനെ പിൻപറ്റണം നബിയെ. وَلَا تَتَّبِعْ أَهْوَاءَ الَّذِينَ لَا يَعْلَمُونَ. വിവരം കെട്ടവന്മാര് പല ജൽപ്പനങ്ങളുമായിട്ട് വരും കേട്ടോ നബിയെ, അവരുടെ പിന്നാലെയൊന്നും അങ്ങ് പോകരുത്. ഇതൊരു രാജപാതയാണ്. നമുക്കും ഇതിൽ ഒരുപാട് പഠിക്കാനുണ്ട്. അഹ്ലുസുന്ന വൽ ജമാഅത്ത് എന്ന രാജപാതയിലാണ് നമ്മൾ നിൽക്കുന്നത്. വിവരമില്ലാത്ത അപ്രാണികൾ പല ജൽപ്പനങ്ങളുമായിട്ട് വരും, അതിന്റെ പിന്നാലെ പോകരുത്, അതിന്റെ പിന്നാലെ പോകരുത്. അപ്പൊ ചിലര് പറയുന്നുണ്ട്, കഴിഞ്ഞതിന് മുമ്പത്തെ ആഴ്ച ഉസ്താദ് പ്രസംഗിച്ചത് വ്യക്തമായില്ല. അത് മനഃപൂർവ്വം വ്യക്തമാക്കാത്തതാണ്. കാര്യങ്ങൾ വ്യക്തമാകേണ്ടവർക്ക് വ്യക്തമായിട്ടുണ്ട്. നമ്മൾ ഒരാളിലേക്ക് കേന്ദ്രീകരിച്ചതല്ല, അത് ഒരാളിലേക്കല്ല കേന്ദ്രീകരിക്കുന്നത്. സുന്നത്ത് ജമാഅത്ത് എന്ന നമ്മുടെ ആദർശത്തെ തകർക്കാൻ പലരും വരുന്നു, പല വേഷത്തിൽ, പല രൂപത്തിൽ. ജിന്നുകളിൽപ്പെട്ടവർ, മനുഷ്യരിൽപ്പെട്ടവർ പലരും വരുന്നുണ്ട്. അവിടെ നമ്മൾ ആദർശബോധമുള്ളവരായി ഉറച്ചു നിൽക്കണമെന്ന് പറയേണ്ടത് പണ്ഡിതന്റെ ധർമ്മമാണ്. ആ ധർമ്മമാണ് അവിടെ ചെയ്തിട്ടുള്ളത്. അതിലിപ്പോ എന്താ ഇത്ര മനസ്സിലാകാത്തതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അതായത് എന്റെ വാപ്പ കാഫിറാണെന്ന് പറഞ്ഞാൽ, എന്റെ മുഖത്ത് നോക്കി നീ മുശ്രിക്കാന്ന് പറഞ്ഞാൽ മിണ്ടാതിരിക്കാൻ എന്നെ കൊണ്ട് പറ്റൂല. അഭിമാനമുള്ള നട്ടലുള്ള ആണായ ഒരുത്തിന് പറ്റൂല. നിങ്ങളും അങ്ങനെ തന്നെയാണെന്ന് നമ്മളെല്ലാവരും ഉറച്ചു വിശ്വസിക്കുന്നില്ലേ? പനിവാദിച്ചു വേണ്ടെന്ന് അവനിങ്ങനെ ഉണ്ട്. ഏതായാലും അല്ലാഹു റബ്ബുൽ ആലമീൻ ഹക്ക് മനസ്സിലാക്കാൻ തൗഫീക്ക് നൽകട്ടെ. നമ്മൾ ഇത്രേ പറയുന്നുള്ളൂ, ഉമ്മത്തിനിടയിൽ ഐക്യം വേണം. നമ്മൾ എന്താ മനസ്സിലാക്കാത്തത്? ഉമ്മത്തിനിടയിൽ ഐക്യം വേണം. ഐക്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒപ്പം നിന്നിട്ട് മുസ്ലിമാന്ന് പറയാം, മാറി നിന്നിട്ട് കാഫിറാക്കുക. നമ്മുടെ വാപ്പ കാഫിറാന്ന് പറയാം, നമ്മുടെ ഉമ്മ കാഫിറാന്ന് പറയാം. എത്ര മോശമാണത്. അപ്പൊ ഒറ്റ കൊടുക്കുന്നതാരാ? നിങ്ങൾ സ്വയം ബുദ്ധി കൊണ്ടൊന്ന് ചിന്തിച്ചു നോക്കുക. അല്ല ബുദ്ധി എന്നിട്ടില്ല നമുക്ക് ചിന്തിക്കാൻ. ഒറ്റ കൊടുക്കുന്നതാരാ? നമുക്കെന്തേ ഇത് ദീൻ തുറന്നു പറയുന്നവരോട് മാത്രം നമുക്ക് വിരോധം, നമ്മളെ കാഫിറാക്കുന്നവരോട് നമുക്ക് ഒരു വിരോധവും ഇല്ല. വിരോധം വേണമെന്നല്ല ഈ പറയണത്. മനസ്സിലാക്കാനുള്ള ബുദ്ധിയെങ്കിലും നമ്മൾ കാണിക്കണ്ടേ? നമ്മൾ വെറും വാലാട്ടികളായി മാറാൻ പാടില്ലല്ലോ. അല്ലാഹു നമുക്ക് ബോധം തരുമാറാകട്ടെ. അതാണ് ഹബീബായ തങ്ങളോട് പറയുന്നത്, ثُمَّ جَعَلْنَاكَ عَلَى شَرِيعَةٍ مِنَ الْأَمْرِ. ഇതൊരു രാജപാതയാണ് നബിയെ, അതിനെ പിൻപറ്റണം. وَلَا تَتَّبِعْ أَهْوَاءَ الَّذِينَ لَا يَعْلَمُونَ. സൂറത്തുൽ ഹജ്ജ് നോക്കുക. വിവരം കെട്ടവന്മാർ പല ജൽപ്പനങ്ങളും കൊണ്ടുവരും. അതിനൊന്നും തല വെച്ചു കൊടുക്കണ്ട കേട്ടോ നബിയെ. ഈ ശരീഅത്തിൽ ഉറച്ചു നിൽക്കണം. ഹദാ ബസായിറു ലിന്നാസ്. ഈ ശരീഅത്ത് ബസായിറാണ്, ജനങ്ങൾക്ക് ഉൾക്കാഴ്ച നൽകുന്ന സംഗതിയാണ്. ഉൾക്കാഴ്ച നൽകുന്ന സംഗതിയാണ് ഈ ശരീഅത്ത് എന്ന് പറയുന്നത്. അതിൽ റബ്ബിനോട് ചെയ്യേണ്ടതുണ്ട്, രാജ്യത്തോട് ചെയ്യേണ്ടതുണ്ട്, വ്യക്തിയോട് ചെയ്യേണ്ടതുണ്ട്. എല്ലാം തികഞ്ഞ ജീവിത പദ്ധതിയാണ് കേട്ടോ. ഒരിക്കൽ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ മോഷണക്കുറ്റത്തിന് പിടിക്കപ്പെട്ടൊരു സ്ത്രീയെ കൊണ്ടുവരികയാണ്. മോഷണക്കുറ്റത്തിന് പിടിക്കപ്പെട്ടൊരു സ്ത്രീ. അപ്പൊ അവര് വലിയ തറവാട്ടുകാരിയാണ്, വലിയ ഗോത്രത്തിലെ ആളാണ്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കല് ശുപാർശ വിലപ്പോകുമെന്നുറപ്പുള്ള ഒരു മനുഷ്യനെ ശുപാർശക്ക് വിടാൻ. ആ പെൺകുട്ടിയെ മോചിപ്പിക്കണം കേട്ടോ, ആ സ്ത്രീയെ മോചിപ്പിക്കണം. കാരണം വലിയൊരു കുടുംബത്തിൽ പിറന്ന ആളാണ്. അപ്പോഴാണ് റസൂലുള്ളാഹി പറയുന്നത്, തെറ്റ് ചെയ്തത്, മോഷ്ടിച്ചത് എൻ്റെ മകൾ ഫാത്തിമയാണെങ്കിലും ആ കൈ ഞാൻ വെട്ടും സയ്യിദുനാ റസൂലുള്ളാഹി. അതാണ് ഇന്ന് ലോകം ഈക്വാലിറ്റി ബിഫോർ ദ ലോ എന്നൊക്കെ നമ്മുടെ
ഭരണഘടന പറയുന്നത് 1500 കൊല്ലം മുമ്പ് കൃത്യമായി വരച്ചു കാണിച്ചു തന്ന സയ്യിദുന വഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്ന ഫിൽ ഖിസാസി ഹയാതൻ, തീർച്ചയായും ഈ ഖിസാസ് എന്ന് പറയുന്ന സംഗതിയിൽ ജീവിതമുണ്ട് എന്നാണ്. അതിൽ ജീവിതമുണ്ട്. ഇപ്പൊ രാജ്യത്ത് ക്രൂരമാം വിധം ബലാത്സംഗം നടന്ന, ഒരുപാട് ക്രൂരമായ ബലാത്സംഗം നടത്തി ഒരുപാട് സഹോദരിമാരെ അനാഥമാക്കി പോയ കാലഘട്ടങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അന്ന് പല ആളുകളും വിളിച്ചു പറഞ്ഞത് ശരിക്കും സൗദിയിലെ ശിക്ഷയാണ് ഇവിടെ വേണ്ടത് എന്നാണ്. എന്തെങ്ങനെ പറയാൻ കാരണം, ശിക്ഷയുടെ അളവ് കൂടുമ്പോൾ, ശിക്ഷ കൃത്യമാകുമ്പോൾ, നിയമ നടപടികൾ കൃത്യമാകുമ്പോൾ തെറ്റുകുറ്റങ്ങളുടെ തീവ്രത കുറഞ്ഞു വരും, അതിന്റെ അളവ് കുറഞ്ഞു വരും. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ മുസ്ലിം രാജ്യങ്ങളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ തെറ്റുകുറ്റങ്ങളുടെ തോത് കുറവാണ്. ഇല്ലാന്ന് പറയാൻ പറ്റൂല, ഒരുപാട് തെറ്റുകൾ നടക്കുന്നുണ്ടാകും, മനുഷ്യരല്ലേ. പക്ഷെ ഇതര രാജ്യങ്ങളുമായി കമ്പയർ ചെയ്യുമ്പോൾ കമ്പാരിറ്റീവ്ലി തെറ്റുകുറ്റങ്ങളുടെ തോത് കുറഞ്ഞാണ് നിൽക്കുന്നത്. സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് ഒരു മനുഷ്യനെ മോഷ്ടിച്ചതിന്റെ പേരിൽ മുമ്പിൽ കൊണ്ടുവരുന്നുണ്ട്. ദൈന്യത നിറഞ്ഞ മുഖത്തേക്ക് നോക്കിയിട്ട് ഉമർ ചോദിക്കുന്നുണ്ട്, എന്താടാ പറ്റിയത് എന്ന് പറയുന്നുണ്ട്. യാ അമീറൽ മുഅ്മിനീൻ, പട്ടിണിയായിരുന്നു, ഒരാളും ചോദിക്കാനുണ്ടായില്ല. വിശന്ന് വരഞ്ഞപ്പോ സഹിക്കാൻ പറ്റാതെ ഒരാളുടെ തോട്ടത്തിൽ കയറി 2 കാരക്ക പറിച്ച് തിന്നതിനാണ് എന്നെ ഇവർ അടിച്ച് ചമ്മന്തി പരിവാക്കിയിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. മുഖം വിവരണമാവാണ് സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ആ മനുഷ്യനോട് ചെയ്യേണ്ട കർമ്മങ്ങളൊന്നും നിങ്ങൾ ചെയ്തില്ല, അവനെ ആക്രമിക്കുകയും ചെയ്തു. എന്നിട്ട് ഇനിയും ഇസ്ലാമികപരമായ ശിക്ഷ നടപ്പാക്കാൻ വേണ്ടി എന്റെ മുമ്പിൽ കൊണ്ടുവന്ന നിങ്ങൾക്ക് നാണമില്ലെന്ന് ചോദിക്കുന്നുണ്ട് സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. അപ്പൊ അത്തരം കാര്യങ്ങളെ കുറച്ചുകൂടെ നമ്മൾ വിശകലനം ചെയ്ത് ഇസ്ലാമിക ശരീഅത്തിന്റെ ആ വാസ്റ്റായ സംഗതി മനസ്സിലാക്കണം എന്നുള്ളതാണ്. അപ്പൊ ദീനിലെ ഈ കുറ്റകൃത്യങ്ങൾക്ക് ആധുനിക കാലഘട്ടത്തിലേതുപോലെ ചില വിശദീകരണങ്ങളൊക്കെ ഉണ്ട്. ഇപ്പൊ ഒന്നാമത്തെ ഒരു ഘട്ടം എന്ന് പറയുന്നത് ഇന്റൻഷൻ വേണം. ഇന്റൻഷൻ അല്ലേ, അത് നമുക്ക് അറബിയിൽ അംദ് എന്ന് പറയാം. അംദ്, കരുതിക്കൂട്ടിയുള്ള കുറ്റകൃത്യം. ഇപ്പോ നമ്മുടെ ഇന്ത്യൻ പീനൽ കോഡിലൊക്കെ കൾപ്പബിൾ ഹോമിസൈഡ് എന്ന് പറയും. കൾപ്പബിൾ ഹോമിസൈഡ് ഒരു ഇന്റൻഷനോടുകൂടെ നടത്തുന്ന കുറ്റകൃത്യമാണ്. അതിൽ ഭരണഭാഷയിൽ നിയമഭാഷയിൽ മെൻസ്രിയ എന്ന് പറയുന്നുണ്ട്. മെൻസ്രിയ, ഇപ്പൊ പോലീസുകാരൊക്കെ ഉണ്ടാവുമല്ലോ ഇവിടെ, മെൻസ്രിയ അല്ലെ. ഒരു പ്രത്യേക രീതിയിൽ കുറ്റം ചെയ്യാൻ തീരുമാനിച്ച് ആ മനസാന്നിധ്യത്തോടുകൂടെ ആ കുറ്റകൃത്യം നിർവഹിക്കുന്നതിനാണ് അംദായ കുറ്റകൃത്യം, അതിന് ഇന്റൻഷനോടുകൂടെയുള്ള കുറ്റകൃത്യം എന്ന് പറയുന്നത്. അപ്പൊ അതിന് ശിക്ഷ ഗൗരവമുള്ളതാണ്, അത് വേറെയാണ്. ഇനി രണ്ടാമത്തെ ഒരു വിഷയമുണ്ട് ഖത്അൻ. ഖത്അൻ അതിപ്പോ എങ്ങനെ അബദ്ധത്തിൽ സംഭവിച്ചതാകാം, കൽപ്പിച്ചു കൂട്ടി ചെയ്തതല്ല. ചിലപ്പോ കയ്യിൽ നിന്നൊരു കല്ല് വീണു, ഒരു മനുഷ്യൻ മരിച്ചതാകാം. അവന്റെ കയ്യിൽ നിന്ന് ഇങ്ങനെ ഒരു കല്ല് വീണു, അടിയിലൊരു മനുഷ്യൻ ഉണ്ടായിരുന്നു, അയാൾ മരിച്ചുപോയി. അതിന് ചിലപ്പോ വെറുതെ വിട്ടേക്കാം, അതിന്റെ സാഹചര്യം വേറെയാണ്. ഇനി മറ്റൊന്നിങ്ങനെ കാണാം, ഒരു മൃഗത്തിലേക്ക് നോക്കി അവൻ വെടിവെച്ചതാണ്, ഷൂട്ട് ചെയ്തതാണ്, ഒരു മൃഗത്തിനെ വെടിവെച്ചു അല്ലെങ്കിൽ അമ്പ ചെയ്തു. ഉദ്ദേശിച്ചത് മൃഗത്തെയാണ്, പക്ഷെ കൊണ്ടത് വേറൊന്നില്ല. ഇനി മൂന്നാമത്തൊരു സെക്ഷൻ ഇങ്ങനെയാണ്, ഷിബ്ഹ് അംദ് എന്ന് പറയും. ഷിബ്ഹ് അംദ് എന്ന് പറഞ്ഞാല് ഇന്റൻഷൻ ഉണ്ട്, പക്ഷെ ഇവൻ ഉന്നം വെച്ചത് വേറെ ആളാണ്. ഇവൻ ഉന്നം വെച്ചത് ഇന്റൻഷനിലേക്കാണെങ്കിലും കൊണ്ടത് വേറെ ആൾക്കാണ്. ഇപ്പോ ഒരാൾ ആക്രമിക്കാൻ തീരുമാനിച്ചു, അയാൾ ആക്രമിക്കാൻ ഇറങ്ങി പുറപ്പെട്ടു, അവന് നേരെ വെടിവെച്ചു, പക്ഷെ വെടി കൊണ്ടത് വേറെ ആൾക്കാർ. അങ്ങനെയൊക്കെ ഒരുപാട് ഒരു സാഗരമായി തന്നെ നമ്മൾ പഠന വിധേയമാക്കേണ്ട സംഗതിയാണ് ഇസ്ലാമിക ശരീഅത്ത് എന്ന് പറയുന്നത്. അപ്പൊ ഇന്നത്തെ നമ്മുടെ രാജ്യത്തെ ക്രിമിനൽ പ്രൊസീജിയർ പോലെ അത്രമേൽ ശക്തമായൊരു പ്രൊസീജിയർ നമുക്ക് 1500 കൊല്ലം മുമ്പ് പഠിപ്പിച്ചിരുന്നുണ്ട് സയ്യിദുന ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അതിൽ കൈകാര്യകർത്തൃത്വം നടത്തി എല്ലാവരും നീതിമാന്മാരായിരുന്നു. അതുകൊണ്ട് തന്നെ മഹാത്മാഗാന്ധി പറഞ്ഞു വെക്കുന്നുണ്ട് അമീറുൽ മുഅ്മിനീൻ ഉമർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച്, he commands my humble respect, he was an iron will, he weighed out the same justice to his daughter. ഞാൻ പറഞ്ഞു വെക്കുന്നുണ്ട് ഉമർ, അദ്ദേഹത്തെ ഞാനിങ്ങനെ അഭിനന്ദിക്കുകയാണ്, എന്റെ അഭിനന്ദനം അദ്ദേഹം ഏറ്റുവാങ്ങണം എന്നാണ് അല്ലേ. അത്രമേൽ എനിക്ക് ഇഷ്ടമാണ് ഉമറിനെ. അദ്ദേഹം ഒരു ഉരുക്കു മനുഷ്യനെ പോലെയായിരുന്നു, അത്രമേൽ ഒരുപാട് എഴുതിയിട്ടുണ്ട് ഉമറിനെ കുറിച്ച്. ആ ഉമറിനെ കുറിച്ച് ഗാന്ധി പറയുന്നുണ്ട്, സ്വന്തം മകൾക്ക് എന്താണോ വിധിക്കുന്നത് അത് തന്നെയാണ് അപരിചിതനായൊരു മനുഷ്യനും ഉമർ വിധിച്ചിരുന്നത്. ഇക്വാലിറ്റി ബിഫോർ ദ ലോ എന്നത് നടപ്പാക്കിയ മനുഷ്യനായിരുന്നു സയ്യിദുന അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു എന്ന് ഗാന്ധി പറഞ്ഞതായിട്ട് കാണാം. അപ്പൊ അടിസ്ഥാനം നീതിയാണ്. ഇന്ന് ഇസ്ലാമിനെ പരിഹസിക്കുന്നവര് ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ മതി. ഇന്ന് നമ്മുടെ രാജ്യത്ത് തന്നെ കുറ്റം തെളിയിക്കപ്പെടാത്ത ആയിരക്കണക്കിന് ആളുകൾ ജയിലിലില്ലേ അല്ലേ? ചെയ്യാത്ത കുറ്റത്തിന്റെ പേരിൽ എത്രയോ മനുഷ്യന്മാരെ ജയിലിലുണ്ട്. എന്നാൽ യഥാർത്ഥ കുറ്റം ചെയ്ത മനുഷ്യരെ വെറുതെ മട്ടനും ബീഫും ഒക്കെ കൊടുത്ത്, മട്ടനും ചിക്കനും ഒക്കെ കൊടുത്ത് ഇങ്ങനെ തീറ്റിപ്പോറ്റ
ഇന്ന് പൊരുത്തം ജയിലിൽ ആടി കുറച്ച് കഴിഞ്ഞപ്പോൾ പിടിച്ചിട്ട് വന്നു, വീണ്ടും കൊണ്ടുവന്നിട്ട് എന്താ ചെയ്യണത്? വീണ്ടും കൊണ്ടുവന്നിട്ട് ഇതേപോലെ മട്ടൻ കൊടുക്കും, ചിക്കൻ കൊടുക്കും. എത്ര നാൾ കൊടുക്കും? ഇതിങ്ങനെ നിരന്തരം തുടരുക. എന്നിട്ട് ഇസ്ലാമിനെ നോക്കിയിട്ട് നീതികേടാണ്, അന്യായമാണെന്നൊക്കെ വിളിച്ചു പറയാം അല്ലെ? അതുപോലെ തന്നെ ഭീകരതയുടെ പേരിൽ ഭീകരന്മാരാണെന്ന് പറഞ്ഞിട്ട് എത്രയോ നിരപരാധികളെ തല്ലിക്കൊന്നിരിക്കുന്നു. പശുക്കടത്തിന്റെ പേരിൽ, മറ്റു പലതിന്റെയും പേരിൽ നിരന്തരം ഈ കൊലകൾ ഇങ്ങനെ തുടരുകയാണ്. എന്നിട്ട് ഇസ്ലാമിനെ അനീതിയുടെ മതമാക്കി ചിത്രീകരിക്കുക. അങ്ങനെ ചിത്രീകരിക്കുന്ന സാമ്രാജ്യത്വ ശക്തികൾ ചെയ്തു കൂട്ടിയത് എന്താ? ഇപ്പൊ ഇറാഖിനെ അധീനപ്പെടുത്താൻ പോയ അമേരിക്ക ചെയ്തത്, അവിടെ മാസ് ഡിസ്ട്രക്ഷൻ വെപ്പൺ ഉണ്ടെന്നാണ് പറഞ്ഞത്. ഇറാഖിനെ അധീനപ്പെടുത്താൻ പോയിട്ട് വർഷങ്ങൾക്ക് മുമ്പാണ്. അവിടെ മാസ് ഡിസ്ട്രക്ഷൻ വെപ്പൺ ഉണ്ടെന്നാണ്, ഈ ലോകം മൊത്തം നശിപ്പിക്കാൻ പറ്റിയ വെപ്പൺസ് അവിടെ ഉണ്ടെന്നാണ് പറഞ്ഞത്. പോയി അന്വേഷിച്ചു വന്നവരുടെ കയ്യിൽ ഒരു പേനാക്കത്തി പോലും ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ ചെറിയ കുഞ്ഞുമക്കൾ വിശപ്പിന്റെ വിളിയാളം സഹിക്കവയ്യാതെ അല്പം ഭക്ഷണം കാണിച്ച് അവരെ വിളിച്ചു വരുത്തിയിട്ട് ഭക്ഷണത്തിന്റെ മുമ്പിലേക്ക് ഓടി വരുമ്പോ അവരുടെ ജനനേന്ദ്രിയം നോക്കി വെടിവെക്കുന്ന നരാധമന്മാർ നീതിയുടെ കഥ പറയുമ്പോ പൊട്ടിച്ചിരിക്കയല്ലാതെ എന്താ നമുക്ക് ചെയ്യാൻ പറ്റുക? ജനനേന്ദ്രിയം നോക്കിയിട്ട് കുഞ്ഞുമക്കളുടെ ശരീരത്തിലേക്ക് വെടിവെക്കുന്ന ക്രൂരന്മാരായ മനുഷ്യർ, ഇവരാണോ ഇസ്ലാമിലെ നീതിയെക്കുറിച്ച് പറയുന്നത്? ആ അധിനിവേശം നടത്തിയ ലോകത്തെ ഏറ്റവും വലിയ തീവ്രവാദി ഇസ്രായേൽ പ്രധാനമന്ത്രി പറഞ്ഞു വെച്ചത് എന്താണ്? ആ വാക്ക് ഇപ്പോഴും എന്റെ ചെവിയിൽ ഇങ്ങനെ മുഴങ്ങുന്നുണ്ട്. ഗോ ടു അമാലേക്ക്. ബൈബിളിൽ ഒരു വചനാണത്. ഗോ ടു അമാലേക്ക്. അമാലേക്കിലേക്ക് പോണം. ഡിസ്ട്രോയ് ദം ഓൾ. എല്ലാത്തിനെയും നശിപ്പിക്കണം. പുട്ട് ദം ഇൻ ഡെത്ത്. എല്ലാത്തിനെയും കൊല്ലണം. പുട്ട് ദം ടു ഡെത്ത്. മെൻ, വിമൻ, ചിൽഡ്രൻ, ഇൻഫൻസ്. ഇൻഫൻസ് എന്ന് പറഞ്ഞാൽ മുല കുടിക്കുന്ന, പാല് കുടിക്കുന്ന കുഞ്ഞുങ്ങളെയാണ്. എല്ലാത്തിനും കൊന്നുകളാണെന്നാണ് നിരന്തരം നടപ്പാക്കിക്കൊണ്ടിരിക്കുകയല്ലേ. ഫലസ്തീനിലെ കുഞ്ഞുങ്ങൾ പട്ടിണിയാണ്, പട്ടിണി കോലങ്ങൾ അല്ലേ? അവർക്കെല്ലാം തടഞ്ഞു വെച്ചിരിക്കുന്നു. നമുക്ക് ചെയ്യാൻ പറ്റിയത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നമ്മൾ ഈ ഭക്ഷണമൊക്കെ വേസ്റ്റ് ആക്കുമ്പോൾ, കല്യാണത്തിന് പോയാലും എന്തോ സ്ഥലങ്ങളിലാണ് ഭക്ഷണം വേസ്റ്റ് ആക്കുന്നത്. ഒരു നേരം തന്നം പോലും കിട്ടാത്ത കുഞ്ഞുങ്ങൾ ഈ ലോകത്തുണ്ടെന്ന് അറിയുമ്പോഴും നമ്മുടെ മനസ്സിലേക്ക് അതൊന്നും കടന്നു വരുന്നില്ല. നമ്മളിങ്ങനെ വേസ്റ്റ് ആക്കുക. ഓരോ മണി അരിക്കും നമ്മൾ അള്ളാഹിനോട് കണക്ക് പറയണ്ടേ? അള്ളാഹിനോട് മറുപടി പറയാതെ നമുക്ക് കടന്നു പോകാൻ പറ്റുമോ? ആർഭാടങ്ങളിലേക്ക് പോകാതെ, ഭക്ഷണം വേസ്റ്റ് ആക്കാതെ ഈ സഹോദരങ്ങൾ, നമ്മുടെ കുഞ്ഞുങ്ങൾ, നമ്മുടെ കൂടപ്പിറപ്പുകളാണവർ. അവരെയും കൂടെ ഓർക്കണം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. ഞാൻ പറയുന്ന അവിടെ നിന്നാണ് ഇവര് ഇസ്ലാമിനെ വിമർശിക്കുന്നത് എന്നാണ്. അപ്പൊ നമ്മൾ ഇവിടെ നിന്നുകൊണ്ട് ഇസ്ലാമിന്റെ നീതിയെ മനസ്സിലാക്കണം. ചില ആളുകൾ എന്ത് നീതി, എന്ത് ശരീഅത്ത്, ഇന്ത്യയിൽ ശരീഅത്താണോ എന്നാണ്. ഇന്ത്യയിൽ 1937 വ്യവസ്ഥാപിതമായ ഒരു ശരീഅത്ത് നിയമമുണ്ട്. ശരീഅത്ത് ആപ്ലിക്കേഷൻ ആക്ട് 1937. എന്താ അതിന്റെ പിന്നിലെ കാരണം? അന്ന് ബ്രിട്ടീഷുകാർ ഭരിച്ചിരുന്ന സമയത്ത് ഒരു സഹോദരി ബ്രിട്ടീഷ് കോടതിയിലേക്ക് ചെല്ലുകയാണ്. ഇന്ത്യയിൽ പിതാവിന്റെ സ്വത്ത് വേണം. അപ്പൊ അന്നത്തെ സാമ്പ്രദായിക നിയമപ്രകാരം പിതാവിന്റെ സ്വത്തിൽ പെൺകുട്ടിക്ക് അവകാശമില്ല. പിതാവിന്റെ സ്വത്തിൽ പെൺകുട്ടിക്ക് അവകാശമില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് തരാൻ പറ്റില്ല എന്ന്. അപ്പൊ ആ പെൺകുട്ടി പറഞ്ഞൊരു കാര്യമുണ്ട്. അന്നാ സ്ത്രീ പറഞ്ഞൊരു കാര്യം, ഞങ്ങളുടെ മതം ഇസ്ലാം മതത്തിൽ ബാപ്പയുടെ സ്വത്തിൽ മകൾക്ക് അവകാശമുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് ജീവിക്കാൻ ഞങ്ങളുടെ മതവിധികൾ അംഗീകരിച്ചുകൊണ്ട് ഞങ്ങൾക്ക് അതിന് അവകാശം തരണം. അങ്ങനെയാണ് ശരീഅത്ത് ആപ്ലിക്കേഷൻ ആക്ട് 1937 ഉണ്ടാകുന്നത്. എന്നിട്ടും എത്രയോ വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് ഹിന്ദു സഹോദരിമാർക്ക് പിതാവിന്റെ സ്വത്തിൽ അവകാശം ലഭിക്കുന്നത് പാർലമെന്റ് ഒരു നിയമമാക്കി പാസ്സാക്കുന്നത് തന്നെ എത്രയോ വർഷങ്ങൾക്കപ്പുറമാണ്. അപ്പൊ ഇതൊരു പാർലമെന്റും പാസ്സാക്കിയതല്ല, ഇത് അള്ളാന്റെ ദർബാറിലെ ലോയാണ്. അള്ളാന്റെ ദർബാർ തന്നെ പാസ്സാക്കി തന്നതാണ്. പെണ്ണിന് അവളുടെ ബാപ്പയുടെ സ്വത്തിൽ അവകാശമുണ്ട്, ഉമ്മയുടെ സ്വത്തിൽ അവകാശമുണ്ട്, ഭർത്താവിന്റെ സ്വത്തിൽ അവകാശമുണ്ട്, മകന്റെ സ്വത്തിൽ അവകാശമുണ്ട്, മകളുടെ സ്വത്തിൽ അവകാശമുണ്ട്. ഇതൊക്കെ കൃത്യമായി ഇസ്ലാം പഠിപ്പിക്കുന്ന കാര്യമാണ്. ചില സമയങ്ങളിൽ പുരുഷന് കിട്ടുന്നതിനേക്കാൾ ഏറെ സ്ത്രീക്ക് കിട്ടുന്ന സന്ദർഭമുണ്ട്. ചില സാഹചര്യങ്ങളിൽ പുരുഷനും കൂടി നിൽക്കാറുണ്ട്. ചിലപ്പോഴൊക്കെ പറയാറുണ്ടല്ലേ, ഈ പെണ്ണിന് വളരെ കുറഞ്ഞു പോയി എന്നാണ്. എന്നാൽ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സ്ത്രീധനം എന്ന് പറയുന്നൊരു സംഗതി ഇല്ലേ? നമ്മൾ സ്ത്രീധനം എന്ന് പറഞ്ഞാൽ എന്താണ്? ശരിക്കും യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു സംഗതി ഉണ്ടെങ്കിൽ അത് ആർക്കാ കൊടുക്കേണ്ടത്? ശരി, ആർക്ക് കൊടുക്കണം? പുരുഷൻ സ്ത്രീക്ക് കൊടുക്കണം. പക്ഷെ നമ്മളോ നേരെ തിരിച്ചാണ് അല്ലേ? അതിന്റെ അവകാശി അവളാണ്. അവള് പറയണം എനിക്ക് ഇത്ര മഹർ വേണം എന്നുള്ളത്. അത് അവൾക്ക് ചോദിക്കാനുള്ള റൈറ്റ് ഉണ്ട്. പക്ഷെ എത്ര അടുത്ത് ചോദിക്കുന്നുണ്ട്? അതൊക്കെ എങ്ങനെ ചോദിച്ചാൽ കല്യാണം നടക്കുമെന്നുള്ളതാണ്. നമ്മൾ ഇസ്ലാമിക നിയമങ്ങൾ അംഗീകരിക്കുന്നില്ല. അതിപ്പോ ആരുടെ കുഴപ്പം?
ഇനിയിപ്പൊ നേരിട്ട് അങ്ങനെ സ്ത്രീധനം ചോദിക്കലൊന്നുമില്ല. പക്ഷെ എന്നാലും നിങ്ങളുടെ പുള്ളക്ക് നിങ്ങൾ ഇഷ്ടമുള്ളത് കൊടുത്തോട്ടാ. അതിപ്പോ നിങ്ങൾ പറഞ്ഞിട്ട് വേണോ അങ്ങനെ പറയാനായിട്ട്? നിങ്ങളുടെ മോക്ക് ഇഷ്ടമുള്ളത് കൊടുത്തോ, അത് അവര് കൊടുത്തോളൂ. അതിപ്പോ നമ്മൾ പറയേണ്ട കാര്യമില്ലല്ലോ. ഉണ്ടോ? നമ്മൾ എന്ത് കൊടുക്കും? അതാണ് ക്വസ്റ്റ്യൻ. എന്റെ വിവാഹത്തിന് ഇത്ര വേണം എന്ന് ഡിമാൻഡ് ചെയ്യാൻ പെണ്ണിന് അധികാരമുണ്ട്. പക്ഷെ പെണ്ണ് ചോദിക്കാത്താണ് നമ്മുടെ കുഴപ്പം. പെൺകുട്ടി ചോദിക്കണം, അവളുടേതാണ് മഹർ. അതിൽ പുരുഷൻ ഒരു അവകാശമില്ല. കല്യാണം കഴിഞ്ഞാലും അതിൽ അവകാശമില്ല, അവള് കൊടുത്താൽ ഒഴികെ. ഇനി വേണ്ട, അവളുടെ ഭർത്താവിൽ നിന്ന് കിട്ടിയ സ്വത്ത്. ഇനി അവളുടെ വാപ്പ മരിച്ചു, വാപ്പാടെ സ്വത്ത് കയ്യിലുണ്ട്. ഉമ്മ മരിച്ചു, ഉമ്മാടെ സ്വത്ത് കയ്യിലുണ്ട്. ഇതൊക്കെ ഇങ്ങനെ കെട്ടിപ്പൂട്ടി വെച്ചിരിക്കുമ്പോഴാണ് വീട്ടിൽ ദാരിദ്ര്യം വന്നത്. വീട്ടിൽ ദാരിദ്ര്യമാണ്, പിള്ളേർക്ക് വയ്യ. ആ സമയത്തും ഇസ്ലാം ഇവളോട് ആ പൈസ എടുക്കാൻ പറയണില്ല. അതിൽ സ്വതന്ത്ര അധികാരം ആർക്കാണ്? അവൾക്കാണ്. കുടുംബം നോക്കേണ്ടത് ആരാണ്? പുരുഷനാണ്. അവൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കൊടുത്താൽ മതി, കൊടുക്കണ്ടെന്നല്ലോട്ട് ഈ പറയണത്. അവിടെ നിർബന്ധമില്ല, കുടുംബം നോക്കണം എന്നുള്ള നിർബന്ധം പോലും അവൾക്കില്ല. ആ നിർബന്ധമുള്ള പുരുഷന് ചില ഘട്ടങ്ങളിൽ അല്പം കൂടുതൽ കൊടുത്തെന്തിനാ? ഇവളെയും കൂടെ നോക്കാൻ വേണ്ടിയിട്ടാണ്. എത്ര മനോഹരാണ് അള്ളാന്റെ മതം. ഇതൊന്നും മനസ്സിലാക്കാതെ ഇസ്ലാം എന്ന് പറഞ്ഞാല് പ്രാകൃതമാണ്, മറ്റതാണ് മറിച്ചതാണ്, പരിഹസിക്കുന്നവർക്ക് പലതും പറയാലോ. അപ്പൊ ഈ ദീനിനെ കുറിച്ച് പഠിക്കാൻ നമുക്കും സമയം കണ്ടെത്താൻ കഴിയണം. അതാണ് അള്ളാഹ് പറഞ്ഞത്, വജഅൽനാക ശരീഅതൻ. ഇതൊരു രാജപാതയാണ്, സമഗ്രമാണ് ഈ ദീൻ, നീതിബോധമാണ് ഈ ദീൻ. അത് എല്ലാ സമയത്തും യുദ്ധത്തിന്റെ സാഹചര്യത്തിലാണെങ്കിൽ പോലും വലാ തഅ്തദു, നിങ്ങൾ അതിക്രമിക്കരുത് എന്നാണ്. ഇപ്പോ അല്ലാഹു റബ്ബുൽ ആലമീൻ സൂറത്തുൽ ഹജ്ജിൽ പറയുന്നുണ്ട്, ഈ യുദ്ധം നടക്കുന്ന സന്ദർഭത്തിൽ പോലും സാമൂഹിക സമാധാനം ഇവിടെ നിലനിൽക്കണം. ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? പടച്ചോൻ പറയണ നോക്കി നിങ്ങൾ, ലഹുദ്ദിമത്ത് സ്വവാമിഉ വബീഉൻ വസ്വലവാത്തുൻ വമസാജിദു യുസ്കറു ഫീഹാ ഇസ്മുല്ലാഹ്. വല്ലാത്തൊരു വർച്ചാനാണ്. സമൂഹത്തിൽ സമാധാനാന്തരീക്ഷം നിലനിന്നില്ലെങ്കിൽ ആദ്യം പറയണത് ഇവിടുത്തെ പർണശാലകൾ, ഇതര മതസ്ഥരായ സ്വാമിമാര് ഭജന ഇരിക്കുന്ന പർണശാലകൾ തകർക്കപ്പെടും. പിന്നെയോ ചർച്ചുകളും സിനഗോഗുകളും ജൂതന്മാരുടെ ആരാധനാലയാണ്, അതൊക്കെ തകർക്കപ്പെടും. മസാജിദ്, പിന്നെയാണ് പള്ളിയെ കുറിച്ച് പറയുന്നത്, പള്ളി തകർക്കപ്പെടും. അപ്പൊ ഇതൊന്നും തകരാൻ പാടില്ല. യുദ്ധം കൊടുമ്പിരി കൊള്ളുന്നൊരു സാഹചര്യത്തിൽ അനിവാര്യമായ യുദ്ധത്തിനിടയിൽ പോലും അന്യമതസ്ഥന്റെ ആരാധനാലയങ്ങൾ പോലും സംരക്ഷിക്കപ്പെടണമെന്ന് പഠിപ്പിക്കുന്ന ദീനാണ് അള്ളാന്റെ മതം. എത്ര വലിയ കൃത്യം. വലാ തഅ്തദു, നിങ്ങൾ അതിരുവിടരുത്. ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ മുഅ്തദീൻ. അല്ലാഹു റബ്ബുൽ ആലമീൻ അതിരുവിടുന്നവരെ, അതിര് കടക്കുന്നവരെ ഇഷ്ടപ്പെടുന്നവനല്ല. പരിശുദ്ധ ഖുർആൻ.